ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വന്നു. കേരളത്തിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളും നടന്നു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പുകളിൽ ആര് വിജയിച്ചു പരാജയപ്പെട്ടു എന്നതിനപ്പുറം ജനാധിപത്യത്തെ സംബന്ധിച്ച് മൗലികമായൊരു പ്രശ്നമുണ്ട്. അത് പ്രാതിനിധ്യത്തിൻ്റെ വിഷയമാണ്. ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രാദേശികവും സാമുദായികവും സാമൂഹികവുമായ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ടോ, നീതി ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ എഴുത്തുകാരനും ചിന്തകനുമെല്ലാമായ ശ്രീ കെ കെ ബാബുരാജുണ്ട്. സ്വാഗതം. തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്രാതിനിധ്യത്തിൻ്റെ വിഷയം ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ ചർച്ച തുടങ്ങിയൊരു വിഷയമാണ്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നയിക്കാനുള്ള കാരണം ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ തന്നെയാണ്. വ്യത്യസ്ത സമുദായങ്ങളുണ്ട്, വ്യത്യസ്ത പ്രാദേശിക വിഭാഗങ്ങളുണ്ട്, വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളുണ്ട്, ആദിവാസികളെപ്പോലുള്ള വിഭാഗങ്ങൾ. അപ്പോൾ ഈ ഭരണഘടനാ രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുള്ള ആ സംവാദം ആരംഭിക്കുന്നത്, പൂന പാക്റ്റിലെത്തുന്ന ആ സംവാദം നടക്കുന്നത് തന്നെ ഈ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു. ഇപ്പോഴും ആ ചർച്ച അവസാനിച്ചിട്ടില്ല. ഇന്ത്യയെപ്പോലൊരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം, പ്രാതിനിധ്യം എന്നുള്ളത്, ഇപ്പോഴും പൂർത്തീകരിക്കാത്തൊരു വിഷയമായി നിലനിൽക്കുന്നത്? ജനാധിപത്യത്തിൻ്റെ അന്തസത്ത തന്നെ ഏറെക്കുറെ പ്രാതിനിധ്യം എന്നാണ് പറയേണ്ടത്. ഇത് ഡോക്ടർ അംബേദ്കറുടെ ഒരു സംഭാവനയാണ് അടിസ്ഥാനപരമെങ്കിൽ പോലും അദ്ദേഹം അതിനുവേണ്ടി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു, പ്രാതിനിധ്യ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് പൂന പാക്റ്റ് പോലുള്ള കാര്യങ്ങളിൽ അതിനു മുമ്പ് തന്നെ ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ രംഗത്ത് തന്നെ അദ്ദേഹം പ്രാതിനിധ്യ പ്രശ്നം ഉന്നയിക്കുന്നത്. അത് അദ്ദേഹത്തിന് ആ പ്രാതിനിധ്യം ഉന്നയിക്കേണ്ടി വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചാരനാണ്, ബ്രിട്ടീഷുകാരുടെ ചാരനാണെന്ന രീതിയിലുള്ള വെറുപ്പുകൾ അദ്ദേഹത്തിന് ഉൽപ്പാദിപ്പിക്കുകയും കോൺഗ്രസുമായിട്ടുള്ള റിഫ്റ്റ്, ആ അകൽച്ച വല്ലാതെ ആവുന്നതും ഗാന്ധിയായിട്ടുള്ള ശക്തമായ അകൽച്ച രൂപപ്പെടുന്നത് തന്നെ പ്രാതിനിധ്യം ഉന്നയിച്ചതിൻ്റെ കാര്യമാണ്. അദ്ദേഹം പ്രാതിനിധ്യം ഉന്നയിക്കുന്നതിന് കാരണം ഒന്ന് ഹിന്ദു സമുദായത്തിൽ പെടുത്തിക്കൊണ്ടാണ്. ഹിന്ദു മതത്തിൻ്റെ ഒരു വിഭാഗമാണ് ദലിതർ എന്നുള്ള ഒരു കൺസെപ്റ്റ് രൂപപ്പെടുക. ആ കൺസെപ്റ്റിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, അന്ന് സൈമൺ കമ്മീഷനിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ സമരങ്ങളാണ് അക്കാലത്തെ ദലിതരുടെ ഒരു പ്രശ്നം പോലെ തന്നെ ആദിവാസികളുടെ പ്രശ്നങ്ങളും ഉന്നയിക്കുന്നത്. അങ്ങനെ ദലിതരുടെ ആദിവാസികളുടെയും പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ റെപ്രസെൻറ്റേഷനിലേക്കുള്ള ചർച്ചകൾ ദേശീയ പ്രസ്ഥാനത്തിന് അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമവും അദ്ദേഹത്തിന് മുമ്പ് തന്നെ വിവിധ സമൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും രാഷ്ട്രീയമായിട്ട് ഇതിനെ മാറ്റിയത് അദ്ദേഹത്തിൻ്റെ, അതായത് ഇന്ത്യയിലെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള അവകാശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒളിഗാർക്കിക്കെതിരെയുള്ള സമരമാണ്, കുത്തക ആധിപത്യത്തിനെതിരെയുള്ള സമരമാണ് ആദ്യമായിട്ട്. രണ്ടാമതായിട്ട് അത് ഫാസിസവൽക്കരണത്തിനെതിരെയുള്ള സമരമാണ്. അതുകൊണ്ട് തന്നെ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്ന ചർച്ചകൾ നമ്മളെപ്പോലുള്ള കുറച്ച് പേര് ചർച്ച ചെയ്യുന്നുണ്ട്. ചെറിയ വിഭാഗങ്ങൾ എന്ന് പറയപ്പെടാവുന്ന ദലിതരുടെയോ ആദിവാസികളുടെയോ മുസ്ലിങ്ങളുടെയൊക്കെ അകത്ത് നടക്കുന്ന ചെറു സംഘടനകളും ചെറിയ തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും മുഖ്യധാര പാർട്ടികളിൽ ഇതിനെപ്പറ്റി ഒരു കൺസെപ്റ്റ് ഉള്ളത് പ്രതിപക്ഷ കക്ഷികൾ രാഹുൽ ഗാന്ധിക്ക് ഏറെക്കുറയുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പഴയകാലത്തില്ലാത്തൊരു കാര്യമാണ്. കോൺഗ്രസിനകത്ത് പല നേതാക്കന്മാരും പണ്ട് പുലർത്തിയിരുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് പ്രാതിനിധ്യ ജനാധിപത്യത്തെപ്പറ്റി ഒരു ഉൾക്കാഴ്ച അവർക്കുണ്ടായിരുന്നു. ആദ്യകാലത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ ഒരു ബഹുജന രാഷ്ട്രീയമായിരുന്നു. ദലിതും മുസ്ലിം ഐക്യം, ദലിതരുടെയും മുസ്ലിങ്ങളുടെയും പിന്നോക്കക്കാരുടെയും ഒരു ശക്തിയെ കേന്ദ്രീകരിച്ചാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വേണമെങ്കിൽ ഒരു ഭൂപ്രഭുവർഗം എന്ന് പറയാവുന്ന മുതലാളിത്ത വർഗം അല്ലെങ്കിൽ ഒരു സവർണ വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള ഒരു ബഹുജന രാഷ്ട്രീയമായിരുന്നു കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് അവർ കുറേയൊക്കെ ഈ ഭരണഘടന അനുസരിച്ച് കുറേയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം സോഷ്യലിസ്റ്റുകൾക്കും ഈ ഒരു കൺസേൺ ഉണ്ട്. സോഷ്യലിസ്റ്റുകൾ പ്രത്യേകിച്ച് കർപ്പൂരി താർക്കൂര് പോലുള്ള ഒരു മനോഹർ ലോഹിയൊക്കെ സോഷ്യലിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ത്യയിലെ ഭരണഘടനയിൽ നിന്ന് അധികം വ്യതിചലിച്ചല്ല കോൺഗ്രസ് പോയത്. കോൺഗ്രസിൻ്റെ ഒരു ബഹുജന അടിത്തറ രൂപപ്പെടുത്തിയതിലൊക്കെ ഏറെക്കുറെ ഈ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഒരു രാഷ്ട്രീയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. സാമുദായികമായിട്ട് ഇവരെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ട് ഒരു പ്രശ്നം അംബേദ്കർ ഉന്നയിച്ചത്
പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ പ്രാതിനിധ്യം കേവലമായ പ്രാതിനിധ്യമല്ല വേണ്ടത്. കാരണം ഹിന്ദു എന്ന് പറയുന്ന വലിയൊരു ഭൂരിപക്ഷ സമുദായമാണ്. അപ്പോൾ അവരുടെ സാമുദായിക ഭൂരിപക്ഷം മാത്രമായി മാറിയാൽ ഹിന്ദുവിൻ്റെ ഒരു മെജോറിറ്റേറിയറ്റിസമാണ് നിലനിൽക്കുക, അവരുടെ ഭൂരിപക്ഷ അഭിപ്രായം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ സ്വഭാവം ഉണ്ടാവണമെങ്കിൽ അവ വീണ്ടും വൈവിധ്യീകരിച്ച് അതിന് രാഷ്ട്രീയ സ്വഭാവമുള്ളവരെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലേക്ക് ഉയർത്തണമെന്ന് പറയുന്ന വളരെ ജനാധിപത്യത്തിൻ്റെ വളരെ ഉയർന്നൊരു സങ്കല്പമാണ്. ഇന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം ആനന്ദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, മറ്റേ ഏകലവ്യ പബ്ലിക്കേഷൻ്റെ പത്രാധിപരായ അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഇന്നത്തെ BJP അധികാരത്തിൽ RSS അധികാരത്തിൽ വരില്ലായിരുന്നു പൂന പാക്റ്റ് നടപ്പിലാക്കിയത്. കാരണം പൂന പാക്റ്റിൻ്റെ ഒരു പ്രത്യശാസ്ത്രം, ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് കേവല സാമുദായിക ഭൂരിപക്ഷമാകാൻ കഴിയില്ലാത്ത രീതിയിൽ രാഷ്ട്രീയമായൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നത്. ആ ചെക്കിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഗാന്ധി ഇതിനെതിരെ തിരികെ ചെയ്തത്. കാരണം BJP അല്ല, ഹിന്ദുക്കളുമായിട്ടുള്ളത് ദലിത് വിഭാഗങ്ങളുടെയും ആദിവാസികളുടെയും പിന്നാക്കക്കാരുടെയും ഒരു ബന്ധം ഒരു രാഷ്ട്രീയമായൊരു കൊടുക്കൽ വാങ്ങലുകളും ആർഗ്യുമെൻറ്റേറിയനായി മാറുമായിരുന്നു. മറിച്ച് അവർ വിധേയത്വ ബന്ധമല്ലാതെ അവർ പറയുന്നത് വലിയേട്ടനും അനിയനുമെന്ന അനിയന്മാരും എന്നുള്ള സങ്കല്പത്തിന് മാറി തുല്യനിലയുള്ള ആൾക്കാരെന്ന നിലയിൽ രാഷ്ട്രീയ സമൂഹമായിട്ട് ഉള്ള ഒരു ചർച്ച നടക്കുമായിരുന്നു. എന്തായാലും ഈ പൂന പാക്റ്റിൻ്റെ തുടർച്ചയായി ഭരണഘടന രൂപം കൊള്ളുമ്പോൾ പട്ടികജാതി പട്ടികവർഗ സംവരണം ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഇന്നിപ്പോൾ 100-ലധികം MP-മാർ ലോക്സഭയിലും 140 അത്രത്തോളം MP-മാർ ലോക്സഭയിലുണ്ട്. ഈ അസംബ്ലികളിലും ഈ സംവരണം നടപ്പാക്കുന്നുണ്ട്. ആ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച്, ദലിത് ആദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ച് ഒരു നോമിനൽ റെപ്രസെൻറ്റേഷൻ ഡെമോക്രസിക്കകത്ത് ഉണ്ട് എന്ന് പറയാം. പക്ഷേ നമ്മൾ മറ്റ് ചില വിഭാഗങ്ങളെ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിങ്ങളുടെ സ്ഥിതി എടുത്താൽ ഈ 2024 നടന്ന തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയാൽ 24 MP-മാർ മാത്രമാണ് ഇന്ന് ലോക്സഭയിൽ മുസ്ലിം പ്രതിനിധികളായിട്ടുള്ളത്. 2023 അതിന് മുമ്പുള്ള 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 23 MP-മാരാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 26 ഇപ്പോൾ 24 ഇവരുടെ പ്രാതിനിധ്യം ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ജനസംഖ്യ പരിശോധിച്ചാൽ ഏകദേശം 14-15% ജനസംഖ്യ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വളരെയധികം പ്രാതിനിധ്യക്കുറവ് മുസ്ലിങ്ങളെപ്പോലുള്ള വിഭാഗങ്ങൾ നേരിടുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ മാറ്റവുമായി കൂടെ ബന്ധപ്പെട്ടാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനമാണിത്. മാത്രമല്ല മുസ്ലിം ജനവിഭാഗത്തെ സിസ്റ്റമാറ്റിക്കായിട്ട് പുറന്തള്ളുക എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ജനസംഖ്യ പരമായിട്ട് ഇവർക്ക് പ്രാതിനിധ്യം കിട്ടാത്തതും. അതേപോലെ തന്നെ മറ്റ് കക്ഷികൾ സ്വാതന്ത്ര്യത്തിന് ശേഷം എപ്പോഴും കോൺഗ്രസ് ആയാലും സോഷ്യലിസ്റ്റുകളുടെ ആയാലും ദ്രാവിഡ പ്രസ്ഥാനങ്ങളിൽ വന്നാലും മുസ്ലിങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ജനസംഖ്യ അധികം പോകാത്തത്. അവർക്കൊരു സംവരണ വ്യവസ്ഥയിലൂടെ അവർ വരുന്നവരല്ല. അപ്പോൾ അവരുടെ ജനസംഖ്യ പരമായിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഉണ്ടായിരുന്നു. മാത്രമല്ല വളരെ പ്രശസ്തരായ ദേശീയ നേതാക്കന്മാർ എപ്പോഴും കോൺഗ്രസ്സിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയും വിവിധ പാർട്ടികളിലൂടെയും മുസ്ലിങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത BJPയുടെ അധികാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവർ നടത്തിയൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ BJP മുസ്ലിം ജനസമൂഹത്തെ ഒഴിച്ചു മാറ്റുക, അവരെ ഗെറ്റോവൽക്കരിക്കുന്നതിന് മുന്നോടിയായിട്ട് അവർ ഒറ്റതിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അവരുടെ ശബ്ദം ഇല്ലാതാക്കുക എന്നുള്ള. പാർലമെൻ്റ് എന്ന് പറയുന്ന ഒരു ശബ്ദം എന്തു പറഞ്ഞാലും നോമിനലാണെങ്കിലും ശബ്ദത്തിൻ്റെ ഒരു ഇടാണല്ലോ, നമ്മളിൽ ഒരാളാണെന്നുള്ള ഒരു തോന്നൽ വരുന്ന പാർലമെൻറ്റും അതുകൊണ്ടാണ് നിയമസഭകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അധികാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായ പാർലമെൻ്ററി അധികാരത്തിൽ ആ ജനവിഭാഗങ്ങളെ എണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് RSSനുണ്ട്. മാത്രമല്ല അവരോട് മിണ്ടുകയോ പറയുകയോ ചെയ്യുന്നവരുടെ നിർവീര്യരാക്കുകയും ചെയ്യാം. അതാണ് അവർ ചെയ്യുന്നത്. കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ ഒരു നേതാവില്ല, വളരെ പ്രശസ്തനായ ഒരു നേതാവില്ല. ആ നേതാവ് ഉണ്ടാകാൻ കഴിയില്ല. കാരണം ഉണ്ടാവുകയാണെങ്കിൽ അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് അയാളെ ഭയങ്കരമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർ നിശബ്ദീകരിച്ചു പോകും. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള മുസ്ലിം സംഘടനകളെയോ മുസ്ലിം പ്രസ്ഥാനങ്ങളെയോ, ഇപ്പം കേരളത്തിൽ മാത്രമാണ് മുസ്ലിം ലീഗ് പോലുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യമുള്ളത്, അവർക്കാണ് അധികാരമുള്ളത്. ഇന്ത്യ ബേസിൽ നോക്കുമ്പോൾ എങ്ങുമില്ല, അങ്ങനെ ഒരു പാർട്ടി തന്നെ ഇല്ല. മാത്രമല്ല ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമ്പോൾ
മുസ്ലിം ലീഗിന് അവരുടെ കൊടി പോലും ഉയർത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതിന് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, പലപ്പോഴും ഇടതുപക്ഷക്കാർ കുറ്റപ്പെടുത്തുന്നത് അവർ ആത്മവഞ്ചന ചെയ്തു, കള്ളത്തരം കാണിച്ചു, അല്ലെങ്കിൽ അവർ കൊടി പോലും ഒളിച്ചു വെച്ചു, കളിയാക്കല്ല വേണ്ട. യഥാർത്ഥത്തിൽ വലിയ യാഥാർത്ഥ്യമാണ്. അല്ല, ആദ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പതാകയാണ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ പ്രചാരണം അടിത്തട്ടിലേക്ക്, ഇന്ത്യയിലെ ഹിന്ദു ജനസാമാന്യത്തിലേക്ക് എത്തിയാകുമ്പോൾ ഇവിടുത്തെ പാകിസ്ഥാൻ ചാരന്മാരുമായിട്ട് കൂടിയിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇത് കൊണ്ടുപോകാൻ മേലാത്ത രീതി കോൺഗ്രസ്സിനെ നിർവീര്യരാക്കി കളയുന്നു, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെപ്പറ്റി മിണ്ടാൻ കഴിയില്ലാത്ത ഒരാൾക്ക് മാറ്റുക എന്നൊരു സ്ട്രാറ്റജിയും കൂടിയാണ് അവർ പോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഓരോ സംഘടനയും ഓരോ സംസ്ഥാനത്തിലും മുസ്ലിങ്ങളെ പരമാവധി കുറച്ചെടുക്കും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഹിന്ദു ആൾക്കാരെ തന്നെ വിജയിപ്പിച്ചെടുത്തുകൊണ്ട് ഇതിൻ്റെ ന്യൂനപക്ഷ വമ്പിച്ച രീതി കുറവ് സംഭവിക്കുക. ഇതിലിപ്പോൾ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം രാജ്യം ഭരിക്കുന്ന BJPക്കകത്ത് ഇത്തവണയോ കഴിഞ്ഞ തവണയോ ഒറ്റ മുസ്ലിം പോലും MP മാരായിട്ടില്ല, പാർലമെൻറ്റിലില്ല. ഇതിൻ്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ പാർട്ടികൾക്കും ഇത്തരത്തിൽ മുസ്ലിം എന്ന വാക്ക് പോലും പറയാൻ, അവരുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയാൻ പോലും പ്രശ്നമായി മാറിയിരിക്കുന്നതാണ്. അതാണ് സത്യം. ഇതിനെ ഒരു യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇന്ത്യയിലെ പ്രതിപക്ഷവും കാണുന്നില്ല, ഭരണപക്ഷവും കാണുന്നില്ല. ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, ചില ലിബറൽ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയാവുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഫാസിസവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണിത്. ഈ മനുസ്മൃതി പോലുള്ളവയെപ്പറ്റി ഉയർത്തിക്കൊണ്ടുവരിക, പശുവിനെ കൊണ്ടുവരിക, പശുവാണ് വലിയ മൃഗം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു ഫാസിസത്തിൻ്റെ ഒരു ലക്ഷണമാണെങ്കിൽ, അതിൻ്റെ രണ്ടാമത്തെ ദൃഷ്ടാന്തമാണ് മുസ്ലിം പ്രാതിനിധ്യം ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വരികയും, മാത്രമല്ല മുസ്ലിങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള നേതാക്കന്മാരുണ്ടാവുന്നില്ല, അഖിലേന്ത്യാ തലത്തിലുള്ള ബുദ്ധിജീവികളുണ്ടാവില്ല. സിനിമാ രംഗത്തുള്ള പോപ്പുലർ ആർട്ടിസ്റ്റുകൾക്ക് പോലും കഴിഞ്ഞ കാലത്തെക്കാളും പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത്. ഇപ്പം റഹ്മാൻ തന്നെ പറഞ്ഞത്, ഇപ്പം അദ്ദേഹത്തിന് 6-7 വർഷമായിട്ട് ഇന്ത്യയിൽ ലോകം ഏറ്റവും അറിയപ്പെടുന്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ റിച്ച് പാരമ്പര്യമാണ് സംഗീതത്തിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം. ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതം, ചിത്രകലയിലൊക്കെ. ഈ പ്രാതിനിധ്യം പോലും നിർമ്മിക്കാൻ കഴിയാത്ത രീതിയിൽ സമ്പൂർണ്ണമായ ഒരു ഗെറ്റോവൽക്കരണമാണ്, ഒരു ഒതുക്കലാണ് നടന്നത്. ഷാരൂഖ് ഖാനെ പോലുള്ള താരങ്ങളും ഒക്കെ ഈ പ്രതിസന്ധി നേരിടുകയാണ്. പേര് മാത്രം കൊണ്ട് ബോളിവുഡിലെ പല താരങ്ങളും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രാതിനിധ്യം, യഥാർത്ഥത്തിൽ ഈ പ്രാതിനിധ്യക്കുറവ് എന്നുള്ള പ്രശ്നം സീരിയസ് ആയി മാറുന്നത് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരായ പലതരം നിയമനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പൗരത്വ നിയമം പോലുള്ള സംഗതികൾ, മുത്തലാഖ് നിരോധനം പോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ആൾക്കൂട്ട അക്രമങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫിൻ്റെ പേരിലൊക്കെ ഉള്ള ഫാസിസ്റ്റ് അതിക്രമങ്ങൾ നടക്കുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിൽ ഇവരുടെ ശബ്ദം പാർലമെൻറ്റിനകത്ത് ഉയരാൻ പറ്റാത്ത തരത്തിൽ നിശബ്ദീകരിക്കുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. തീർച്ചയായിട്ടും അതാണ് എൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നിയമം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫാസിസം ഒരു വെറുതെ ഒച്ചപ്പാട് ആൾക്കൂട്ടത്തിലൂടെ മാത്രമല്ല നിലനിൽക്കുന്നത്. നിയമം എപ്പോഴും അതന്നെ ചെയ്യുന്നുണ്ട്. അതായത് ഹിറ്റ്ലറാണ് അതിൻ്റെ തുടക്കമിട്ട്. ഹിറ്റ്ലറിൻ്റെ കാലത്ത് നമ്മൾ പറയുന്ന ഹിറ്റ്ലർ 1934 അധികാരത്തിൽ വരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ, ചെക്കോസ്ലോവാക്യ പോലുള്ള വിവിധ ചെറു രാജ്യങ്ങളിൽ ഈ ജൂതർക്കെതിരെ ഈ നിയമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ അവരെ ഒഴിവാക്കി കളയാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ സാമൂഹ്യ ശരീരത്തിൽ നിന്ന് അവരെ മാറ്റാനുള്ള ഒരു നിയമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അത് തന്നെയാണ് ഇവർ ചെയ്തത്. അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം ന്യൂറംബർഗ് നിയമങ്ങൾ എന്ന് പറയുന്ന നിയമങ്ങൾ തന്നെയുണ്ട്. ആ നിയമങ്ങളുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ജൂതന്മാരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു. പക്ഷേ തുടക്കകാലത്ത് അവിടെയുള്ള പൊതുസമൂഹത്തിനും പ്രതിപക്ഷ കക്ഷികൾക്കും സോഷ്യലിസ്റ്റുകൾക്കും ഈ നിയമത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. അത് ചില വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യാനാണെന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് ഇത് കൈയടക്കി. കാരണം അവർ നിയമം കൊണ്ടുവരുന്നത് ദേശസുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ടും, അതേപോലെ തന്നെ ഈ ജർമ്മനിക്ക് മുറിവ് പറ്റിയില്ല, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായ മുറിവ് ഉണക്കാനായിട്ട് അതിനെ ശക്തിപ്പെടുത്താൻ, രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താനുള്ള ഭാഗമായിട്ടും ആഭ്യന്തര ശത്രുക്കൾ നമ്മുടെ അകത്ത് അതായത് വിദേശത്തു നിന്ന് നമുക്കൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സഹായിക്കുന്ന ആഭ്യന്തര ശക്തികൾ നമ്മുടെ അകത്ത് ഉണ്ടാകാതിരിക്കാനുള്ള നിയമങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുബോധത്തെ കയ്യിലെടുത്തുകൊണ്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ UPA എന്ന് പറയുന്ന നിയമം എന്ന് പറയുന്ന ആഭ്യന്തര ശത്രുക്കൾക്കെതിരെയാണ്, രാഷ്ട്രശത്രുക്കൾ. പക്ഷേ ഈ രാഷ്ട്രശത്രുക്കളെ നമ്മൾ
ആഴത്തിലേക്ക് പരിശോധിച്ച് നോക്കുക. ഈ കഴിഞ്ഞ UP ഉണ്ടായതിൻ്റെ ചരിത്രത്തിൻ്റെ അകത്ത് നോക്കുക, എത്ര രാഷ്ട്രശത്രുക്കളുണ്ടായി. മിക്കവാറും ഇന്ത്യയിലെ ആഭ്യന്തര രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് ഒറ്റിക്കൊടുക്കുന്നവർ, അങ്ങനെയുള്ള പലപ്പോഴും ഇവർ പറയുന്ന ആഭ്യന്തരമായിട്ട് രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കുന്നവരാരാണെന്നുള്ളതിന് മുസ്ലിങ്ങളാണെന്നതിന് ഒരു തെളിവും ഇല്ലെന്നും മാത്രമല്ല ഹിന്ദുക്കളാണെന്നും സവർണരാണെന്നുള്ളതിൻ്റെ തെളിവുകൾ ഇഷ്ടം പോലെ വന്നിട്ടുമുണ്ട്. മറിച്ച് മാത്രമല്ല ആഭ്യന്തരമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ അക്രമങ്ങൾ നടത്തുന്നു, വെടിവെപ്പുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ RSSൻ്റെ ഫോഴ്സ് തന്നെയായിരുന്നു എന്നുള്ള പിൽക്കാലത്ത് തെളിഞ്ഞെങ്കിലും അവർക്കെതിരെ ഒരു ശിക്ഷ നടക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ നിയമത്തെ അവർക്ക് അനുകൂലമാക്കിയത് മാത്രമല്ല, നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് രാഷ്ട്രീയമായ സുരക്ഷയും കൂടെ കൊടുക്കുന്നു. അതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് പശു എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും കോൺഗ്രസ് ഭരണകാലത്ത് ശരിയാണ്, പല ഫാസിസങ്ങളും നടന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ നടന്നിട്ടില്ല. അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. BJP അധികാരത്തിൽ വന്നതിന് നടന്നിട്ടുള്ള അക്രമ സ്വഭാവവും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തെ അക്രമ സ്വഭാവവും രണ്ടും രണ്ടായിട്ടാണ് കണക്കാക്കേണ്ടത്. അതൊരു സംഘർഷമാണെങ്കിൽ ഇത് വംശീയമായ കൊലപാതകങ്ങളാണ്, വംശീയമായ പ്രതികാരമാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ SIR ഈ CAAയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇപ്പം പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ദലിതർ, ഇവരൊക്കെയാണ് വോട്ട് ഇപ്പം നിലവിൽ SIRൽ പെടാത്ത, ആ പട്ടികയിൽ പെടാത്ത ആളുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ മാത്രം 2,89,00,000 ആളുകൾ നിലവിൽ ഇതിന് പുറത്താണ്. പുതിയ SIRന് ശേഷമുള്ള ഈ പട്ടികയ്ക്ക്, ഡ്രാഫ്റ്റ് പട്ടികയ്ക്ക് പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുറന്തള്ളലിൻ്റെ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇത് വരുന്നത് തോന്നുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ പുറന്തള്ളൽ എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി ആഴത്തി കാണേണ്ടതാണ്. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിനെ പറ്റിയുള്ള ചർച്ചകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടക്കുന്നു. ആർക്കാണ് വോട്ടവകാശം വേണ്ടത് എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോഴത്തേനും ഇന്ത്യയിലെ വരേണ്യ വിഭാഗങ്ങൾ, ഹിന്ദു വരേണ്യർ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളിൽ ഒരുപാട് പേര് നിരക്ഷരരാണ്, അവർ ജീവിത യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വോട്ട് കൊടുക്കുകയാണെങ്കിൽ, വോട്ടവകാശം എന്ന് പറയുന്നത് റോമിലൊക്കെ ഉണ്ടായിരുന്ന പ്രഭുക്കൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെയുള്ള വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി, കരമടച്ചവർക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പറയുന്നത് വിദ്യാഭ്യാസം ഉള്ളവർ മാത്രം. അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഏറെക്കുറെ സവർണ വിഭാഗങ്ങൾക്കും നാഗരികർക്കുമാണ്. ഈ നാഗരികരായ സവർണർക്കും വളരെ കുറഞ്ഞ ഗ്രാമീണരായ സവർണർക്കും മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു വലിയ ശക്തമായ വാദം ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി അംബേദ്കറാണ് പ്രതിരോധിക്കുക. അംബേദ്കർ പറഞ്ഞത്, ഇത് നിങ്ങൾ പ്രഭുവാഴ്ചയ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണ്, നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒരുപാട് വിഭാഗങ്ങളെ, സമൂഹം എന്ന് പറയുന്നതിനാണ് ജനാധിപത്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ, അത് എൻ്റെ നിർണ്ണയിക്കുക, അതായത് ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതുമായിട്ടൊരു ബന്ധമുണ്ട്. തീരുമാനിക്കുന്ന അവർ നിരക്ഷരരാണോ എന്നുള്ളതല്ല പ്രശ്നം. ബഹുജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭരണനിർവാഹത്തേക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. ആ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെറുത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൗരത്വ വിരുദ്ധ നിയമവും ഇപ്പോൾ നടക്കുന്ന വോട്ടർ പട്ടികയിൽ നടത്തുന്ന ക്രമക്കേടുകളും. അപ്പോൾ ഇതിൽ ഈ പാർലമെൻറ്റിലും നിയമസഭകളിലും മതിയായ പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ മുന്നോക്ക സംവരണം എന്നുള്ളൊരു സംഗതി വരുന്നത്. അത് BJP അവതരിപ്പിച്ചുവെങ്കിൽ പോലും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അതിനെ കൈപൊക്കി കാണിക്കുകയാണ് ചെയ്തത്. അതിനെ അംഗീകരിച്ചുകൊണ്ട് എതിർത്തത് 3-4 മുസ്ലിം MP-മാർ മാത്രമാണ്. DMK ബഹിഷ്കരിച്ചിരുന്നു. അപ്പോൾ ഇത്തരം നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രാതിനിധ്യക്കുറവ്, ശരിയായ പ്രാതിനിധ്യത്തിൻ്റെ കുറവ്, അത് ഈ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല OBC വിഭാഗങ്ങളെ സംബന്ധിച്ചും ഈ ശരിയായ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമുണ്ടെന്നാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല ഇതുപോലത്തെ നിയമങ്ങൾ വരുമ്പോഴത്തേക്കും ഒന്ന് നമ്മുടെ ഇതിന് ചലഞ്ച് ചെയ്യുക, ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. അതായത് സംവരണം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രീയാധികാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടഗ് ഓഫ് വാറിൽ പരസ്പരമായിട്ട് നടന്നിട്ടുള്ള ഇടപെടലോ, ശക്തമായ ശക്തികളെന്ന നിലയിൽ രണ്ട് ശക്തികളെന്ന നിലയിൽ ഏറ്റുമുട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് സംവരണം രൂപപ്പെട്ടത്. പക്ഷേ ഈ സംവരണം പിൽക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് പേരോടുള്ള, അതായത് സവർണ ചെയ്തതിൻ്റെ ഒരു പരിഹാരം
അല്ലെങ്കിൽ അവരുടെ ഒരു കുറ്റബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോഴത്തേന്, പക്ഷെ പ്രശ്നം അതല്ല. ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെ കൂടെ വിഭാവന ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു ബലാബല മണ്ഡലമായിട്ട് കാണാൻ പലപ്പോഴും പിന്നാക്കക്കാരോ ദലിതരോ ആയിട്ടുള്ള പ്രതിനിധികൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇതിൻ്റെ വരുംവരായികളെ പറ്റിയോ ഒന്നും ചർച്ച ചെയ്യാതെ ഇവരൊരു പോപ്പുലിസ്റ്റ് മുദ്രാവാക്യം, പ്രത്യേകിച്ച് പാർട്ടികളുടെ വിപ്പ് വെച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ അന്ന് തന്നെ മണ്ഡലം അധികാരം വേണമെന്നൊക്കെ പറയാൻ കാരണം. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റുകളൊക്കെ പറയാൻ പറ്റും. ഇനി അത് സ്ഥാപിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി കാണാൻ നമ്മുടെ പ്രതിനിധികൾ സന്നദ്ധരാവേണ്ടത് മസ്റ്റാണ്. കാരണം വംശഹത്യയ്ക്ക് തുല്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. അതായത് ഒരു കാലത്ത് ഇപ്പം സ്വസ്ഥവും ശാന്തമായിരുന്ന സ്ഥലങ്ങളിലാണ് ഫാസിസം വന്നിരുന്നത്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തല്ലേ വന്നത്. ഇപ്പം ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ സ്പെയിൻ വരുമെന്ന്? സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, ഈ സ്ഥലങ്ങളൊക്കെ നവോത്ഥാനം കടന്നുപോയതാണ്, ആധുനികവൽക്കരണം കടന്നുപോയതാണ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഉണ്ടായതായിരുന്നു. വലിയ തരത്തിലുള്ള കലയും സാഹിത്യവും തത്വചിന്തയൊക്കെ വികസിച്ച രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ കഴിഞ്ഞ 10-60 വർഷം മുമ്പല്ലേ ഇത് നടന്നേ. അപ്പം ഇന്ത്യ ഒരു പുരോഗമിച്ച രാഷ്ട്രമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. വംശഹത്യയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വംശീയത അതിതീവ്രമായ രീതിയിൽ രൂപപ്പെടുന്നതാണ്, അല്ലാതെ ഇത് ഉണ്ടാവുന്നതല്ല. അതുകൊണ്ടാണ് സംവരണം പോലുള്ള കാര്യങ്ങൾ, ന്യൂനപക്ഷാവകാശങ്ങൾ, വോട്ടർ പട്ടിക പുതുക്കുക, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുക, അതേപോലെ തന്നെ പൗരത്വത്തിൻ്റെ പരിഗണനകൾ, പോലുള്ള കാര്യങ്ങളുടെ ശക്തമായ സമരവും നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത നമ്മുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. ഫാസിസത്തെ തന്നെ പ്രതിരോധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിലിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന, ഇന്നും കൂടെ ആയിട്ട് നടന്നൊരു സംഭവമുണ്ട്. അതായത് ഈ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു നായർ ഈഴവ ഐക്യം ആഹ്വാനമുണ്ടായി. അത് സുകുമാരൻ നായർ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് സുകുമാരൻ നായർ അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. പിൻവാങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംവരണത്തിൻ്റെ പേരിലായിരുന്നു നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം SNDP യോഗം ഈ സംവരണ സമുദായത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നൊരു സംഘടനയാണ്, നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചയുള്ള ഒരു സംഘടനയും കൂടിയാണ്. അപ്പോൾ ഈ മുസ്ലിം സംഘടനകൾ, ദലിത് സംഘടനകളൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് SNDPയുടെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. ഇപ്പോൾ ഈ സുകുമാരൻ നായർ പറഞ്ഞത് ഞങ്ങളുടെ ഐക്യത്തിൻ്റെ ഒരു തടസ്സം ഈ സംവരണ പ്രശ്നമായിരുന്നു, അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ എന്നാണ് അദ്ദേഹം ഇന്നും കൂടെ പറഞ്ഞത്. അതായത് മുന്നോക്ക സംവരണം വന്നതുകൂടി സാമ്പത്തിക സംവരണവാദം എന്ന അവരുടെ ആവശ്യം ഏകദേശം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും അതാണ്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ നോക്കണം, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷമാണ് സാമ്പത്തിക സംവരണം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. 1900 പോലും ആശയം ഉണ്ടാക്കുന്നത്. പിന്നെ സംവരണ വിഷയത്തിൽ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധിയും പുറകോട്ടാണ് നിന്ന്. അവർ എപ്പോഴും ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിന് പകരം അവരെപ്പോഴും ഒരു ഉയർന്ന സോഷ്യലിസ്റ്റുകളാകാനും സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള ഒരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് കോൺഗ്രസിനകത്ത് പുനർചിന്തനകളൊക്കെ ചെറുതായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് ഇവിടെ നടപ്പിലാക്കിയപ്പോഴത്തേന് ആ വിഭാഗങ്ങളിൽ നിന്നൊരു ആവശ്യം പോലും ഉയർന്നില്ല കേരളത്തിൽ രൂപപ്പെടും. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം തന്നെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അല്ല സംവരണം നടപ്പിലാക്കിയത്. അപ്പം പലപ്പോഴും ദലിതരുടെയോ പിന്നോക്കക്കാരുടെയോ മുസ്ലിങ്ങളുടെയോ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളോ അവകാശങ്ങൾ ഗവൺമെൻറ്റുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഉടനെ ഉപരിവർഗ്ഗക്കാർ എപ്പോഴും വിളിച്ച് പറയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം, വോട്ട് പ്രീണനം, അവരെ പിന്നോക്കക്കാരെ പ്രീണിപ്പിക്കാൻ പോകുക, മുസ്ലിം പ്രീണനം, ഇങ്ങനെ കുറേ പ്രീണന വാക്കുകളുണ്ട്. പക്ഷെ ഇവിടെ ഇത് പ്രീണനമല്ല നടത്തിയത് നമ്മൾ വിചാരിക്കണം, മറിച്ച് ഗൗരവമായൊരു അട്ടിമറിയാണ് നടത്തിയത്. ഇന്ത്യയിലെ സോഷ്യൽ ഫാബ്രിക്സ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടനാപരമായിട്ട് തന്നെ ജനാധിപത്യത്തെ നിലനിർത്തുന്നത് സാമൂഹ്യ വിപ്ലവധാരയാണ്. സംവരണത്തിൻ്റെ സാമൂഹ്യ വിപ്ലവമായിട്ട് അതിന് ബന്ധം കിടക്കുന്നത്, അല്ലാതെ ആനുകൂല്യമല്ല. ആ സാമൂഹ്യ വിപ്ലവധാരയെ അട്ടിമറിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഇതൊരു പ്രീണന. അതുകൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക സംവരണം ഞങ്ങൾ നടപ്പാക്കി എന്നുള്ള അവകാശവാദം ഈ സംഘടന ആരും പറയുന്നില്ല. പക്ഷേ ആന്തരികമായിട്ട് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയമാണ് അവർ നടത്തിയത്. കാരണം തന്നെ അവർ വർഷങ്ങളായിട്ട് അതിനെപ്പറ്റി അന്ന് ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ നടപ്പാക്കുകയും ചെയ്തു. അതോടുകൂടി അവർ പ്രതീക്ഷിച്ച അതിനെപ്പറ്റി അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ്റ്, അന്ന് അവർ കേന്ദ്ര ഗവൺമെൻറ് അവകാശപ്പെട്ടത്
പ്രകൃതി നിയമത്തിന് മാറ്റം വരുത്തിയെന്നാണ് പറയുന്നത്. അതാണ് സൂര്യചന്ദ്രന്മാർ അവിടെ ഉദിക്കുമോ എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം തന്നെയാണ് കിഴക്കല്ലാതെ ഉദിക്കുമോ. അതുപോലെ തന്നെ സംവരണം എന്ന് പറയുന്ന ഒരു ശാശ്വത പ്രതിഭാസത്തെ അട്ടിമറിച്ചവരാണ് ഞങ്ങളെന്നുള്ള അവകാശവാദം. അതിനർത്ഥം എന്താ? ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവം എന്ന് പറയുന്നത് എപ്പോഴായാലും സവർണ്ണ മേധാവിത്വത്തിനെതിരെയാണ് നടക്കുന്നതാണ്. ഈ സവർണ്ണ മേധാവിത്വത്തിനെ തോൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതുമായിട്ട് ചലഞ്ച് ചെയ്യുന്നൊരു ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ് സംവരണ രാഷ്ട്രീയം. ഈ സംവരണത്തെ മുന്നോക്കക്കാരിൽ നിന്ന് ആവശ്യം വരുന്നതിന് തന്നെ മുമ്പാണ് കേരളത്തിൽ പിണറായി വിജയൻ നടപ്പാക്കുകയും വാദിച്ചത് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ ഇത് നടപ്പാക്കാനുള്ള അന്തരീക്ഷം പണ്ട് മുതലേ ഇവർ നിലനിർത്തുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് 50 വർഷമായിട്ട് അക്കാഡമിക് ഫീൽഡിലും സോഷ്യൽ സയൻസിലും വളരെയധികം സംവരണ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും ഗൗനിക്കാതെ ഞങ്ങൾക്ക് മുന്നണിയിലൂടെ കിട്ടിയ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് അവർ സ്ഥാപിച്ചത്. അതിനർത്ഥം മുന്നോക്കക്കാരെ പ്രീണിപ്പിക്കുകയല്ല, മുന്നോക്കക്കാർക്ക് ശാശ്വതമായ രീതിയിലൊരു സാമൂഹ്യ വിപ്ലവത്തെ തടയാനായിട്ട് അവരെ കയറ്റി വെക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇപ്പോൾ കേരളത്തിലെ പിന്നോക്ക സംഘടനകളാകട്ടെ ദലിത് സംഘടനകളാകട്ടെ ഫലപ്രദമായി ഇതിനെ ചോദ്യം ചെയ്യാനോ പരാജയപ്പെടുത്താനോ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലും സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അതാണ്. പക്ഷേ അത് അങ്ങനെ ഒന്ന് ഈ BJP അധികാരത്തിലിരിക്കുന്നതിലൂടെ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് മുൻഖ്യധാര പ്രസ്ഥാനങ്ങളെ പല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. ഒന്ന്, അവർ ഒരുപാട് പേരെ വിലക്കെടുക്കും, അങ്ങനെ ഒരുപാട് ED-യിലൂടെ അട്ടിമറികളുണ്ട്. അങ്ങനെ BJP പുലർത്തുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം, പലപ്പോഴും നമ്മൾ കക്ഷിരാഷ്ട്രീയത്തിൽ നടക്കുന്ന വ്യവസ്ഥാപിത പാർട്ടികളുടെ കാര്യമായിട്ട് നമ്മൾ BJP രാഷ്ട്രീയത്തെ കൂട്ടിക്കുഴയ്ക്കരുത്. BJP രാഷ്ട്രീയം വേറെ ഒരു രാഷ്ട്രീയമാണ്. അത് RSSൻ്റെ രാഷ്ട്രീയം വംശീയതയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, മറ്റത് ഒരു ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഉൾക്കാഴ്ചകളില്ലായ്മയുടെ പ്രശ്നങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം അതല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണ്ട് മുതലേ തുടർന്നു വരുന്ന ഒരു യാന്ത്രിക ഭൗതികവാദ വീക്ഷണമുണ്ട്. അവർ വർഗം എന്ന് പറയുന്ന പ്രശ്നമായിട്ട് കൂടിക്കുഴഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവർക്ക് സാമൂഹ്യനീതി സങ്കല്പങ്ങളെ കാണാൻ കഴിയാതെ പോകുന്നു. കാണാൻ കഴിയുന്നവർക്കോ ആ പാർട്ടി ചട്ടക്കൂടിൽ മിണ്ടാനും കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേന് സവർണ മേധാവിത്വ ശക്തികൾ ഇതിലൂടെ തന്നെ ഇവരിലൂടെയൊക്കെ സംസാരിക്കുന്നവരായി മാറി, അവരിലൂടെ പ്രയോഗിക്കുന്നവരുമായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ നിയമനിർമ്മാണങ്ങളിലുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ 14 പട്ടികജാതി MLA-മാരും 2 ആദിവാസി MLA-മാരും ഉണ്ട്. പക്ഷേ നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോൾ ഈ വിഷയങ്ങൾ ഇപ്പോൾ ആദിവാസി ഭൂനിയമ ഭേദഗതി നടക്കുന്ന സമയത്താകട്ടെ ഇതുപോലുള്ള ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. അപ്പം അത് ഏത് പാർട്ടിയുടെ ആകട്ടെ, ഇടതുപക്ഷത്തിൻ്റെ ആകട്ടെ UDF-ൻ്റെ ആകട്ടെ, ഈ MLA-മാർ ഫലപ്രദമായി ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം, ഇത് യഥാർത്ഥത്തിലുള്ള പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നം തന്നെയാണോ? 100% പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമുണ്ട്. മാത്രമേ ഇതിന് പൊളിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഈ രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ദലിത് MLA-മാർ MP-മാരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ചില ചോദ്യം കൺവീനറായിട്ട് അവരൊരു നീക്കം നടത്തിയത്. പക്ഷെ അവർക്ക് ചില ചെക്കുകൾ കൊടുക്കാനും കഴിഞ്ഞെങ്കിൽ പോലും അത് ശിഥിലീകരിച്ചു പോയി. കേരളത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിലെ ഭരണവർഗ MLA-മാരായാലും ഇടതുപക്ഷ രംഗത്ത് നിൽക്കുന്ന ഈ ദലിത് MLA-മാർക്ക് നല്ല സാമാന്യ ബോധമുള്ളവരാണ്. ദലിത് ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഏറെക്കുറെ നല്ല ബോധമുള്ളവരാണ്. ഇപ്പം നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ അവരോട് സ്വകാര്യ സംഭാഷണത്തിലുമൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ഇന്നത്തെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ദലിത് ക്വസ്റ്റ്യൻ അവരറിയുന്നുണ്ട് ശരിക്കും. പക്ഷേ രാധാകൃഷ്ണനൊക്കെ നിയമസഭയിൽ നടത്തിയ ചില പ്രശ്നങ്ങൾ അവരറിയുന്നുണ്ട്. പക്ഷേ അത് അവരുടെ പാർട്ടിയിൽ പ്ലേസ് ചെയ്യാൻ കഴിയില്ല. പ്ലേസിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താവും. നിയമസഭ അവർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്, സാങ്കേതിക ഇതുണ്ട്. അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവരുടെ ഒരു ധാരണക്കുറവ് മാത്രമല്ല, ഇവർ നിർവീര്യരായി പോവുകയാണ്. ഇത് നമ്മൾ വലിയ ഓഫീസിൽ ചെന്നാലും അറിയാം. ഇപ്പം വലിയൊരു ഓഫീസറുടെ ഏറ്റവും വലിയ മേലധികാരി നമ്മൾ മേലധികാരി ദലിതനാണെന്ന് വിചാരിച്ചു. പക്ഷേ ദലിത് സമുദായത്തിൻ്റെ അവരെ അവഗണിക്കുന്നതും അവരുടെ മേലെ വിഭജനം നടത്തുന്നു, അവരുടെ പേരിൽ ഫണ്ട് തിരിമറി നടത്തുന്നു കാര്യം അവിടുത്തെ ദലിതരായ ഒരു ഉദ്യോഗസ്ഥൻ അത് ട്രേസ് ചെയ്താൽ അയാളെ ഒരുതരം പിശാച് ബാധിച്ച ഒരാളായിട്ടും ജാതിവാദിയായിട്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കുറ്റപ്പെടുത്തുകയും അയാൾക്ക് താങ്ങാൻ മേലാതെ അയാളൊരു മൂടുപട വിട്ട് ജീവിക്കേണ്ടിയും വരും. ഇതാണ് വലിയൊരു പ്രതിസന്ധി. ഇരട്ട ജീവിതം ജീവിക്കേണ്ടി വരികയാണ്. വേറൊരു സംഗതി, ഇപ്പോൾ ഈ 16 സംവരണ മണ്ഡലത്തിന് പുറത്ത്
കേരളത്തിൽ ഈ ജനറൽ സീറ്റുകളിൽ മത്സരിപ്പിക്കാൻ ഒരു പാർട്ടികളും തയ്യാറായിരുന്നില്ല. എനിക്ക് തോന്നുന്നു CKP പത്മനാഭൻ മാത്രമാണ് അതിന് അപവാദമായിട്ടുള്ളത് ഈ കാലത്ത്. അപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിനിൽ പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ദലിത് ക്രൈസ്തവരുടെ പ്രാതിനിധ്യം 62 വർഷത്തിനിടയിൽ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിഷയം അത് ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രാതിനിധ്യം ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രവണത ഇതൊന്ന് കുറച്ച് പോസിറ്റീവാണെന്ന് തോന്നുന്നു. അതായത് ജനറൽ സീറ്റുകളിൽ പട്ടികജാതിക്കാരായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള ആളുകളെ രണ്ട് മുന്നണികളും നിർത്തി മത്സരിപ്പിക്കുകയും അവരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇതൊരു പോസിറ്റീവായൊരു മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പക്ഷേ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് അത് സാധ്യമായിട്ടുള്ളത്. പക്ഷെ അത് വളരെ പോസിറ്റീവാണ്. രണ്ടാമത്തെ പക്ഷേ ഈ നിയമസഭയിലേക്ക് വരുമ്പോഴത്തേന് പ്രത്യേകിച്ച് ദലിത് ക്രൈസ്തവൻ്റെ കാര്യം പറഞ്ഞ പോലെ 62 വർഷമായിട്ടുണ്ടായിട്ടില്ല. അതിന് കാരണം സിസ്റ്റമാറ്റിക്കായിട്ട് തടഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വളർന്നു വരില്ലെന്നും ഉള്ളതിൻ്റെ തെളിവും കൂടിയാണ്. തുടക്കകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ തുടക്കകാലത്ത് ദലിത് ക്രൈസ്തവ നേതാക്കന്മാരുണ്ടായിരുന്നു. ഞങ്ങളുടെ കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്ര ശക്തി ഉണ്ടാക്കി കൊടുത്തതിൽ ഒരു കാരണം ദലിത് ക്രൈസ്തവ നേതാക്കന്മാരായിരുന്നു. പക്ഷേ അവർ രാഷ്ട്രീയ രംഗത്തേക്ക് അവർ ഉയർന്നു വരാത്തതുകൊണ്ടും ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരാത്തതും കൊണ്ട് എന്തുപറ്റി സിസ്റ്റമാറ്റിക്കായൊരു അവഗണന അവരനുഭവിക്കുകയും അവർ പുറകോട്ട് പോകും, അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല എത്തുവാണെങ്കിൽ തന്നെ അതിൻ്റെ മേൽ ശാക്തിക ബലാബലങ്ങളൊപ്പം ഇല്ലല്ലോ. അയാളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലോ അയാൾക്കൊരു മുന്നേറ്റം വെക്കാനോ അയാൾക്ക് ഒപ്പം നിൽക്കാനും ആളുമില്ലാതെ വരുന്നതുകൊണ്ട് അയാൾ നിരാകരിച്ചു പോകും. ഇത് തന്നെയാണല്ലോ മുസ്ലിങ്ങൾക്കും സംഭവിക്കുന്നത്. ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ റെപ്രസെൻറ്റേഷൻ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ നിരാകരിക്കപ്പെടുകയും അവർ രാഷ്ട്രീയാധികാരത്തിൽ വെറും നമ്പറുകളായി മാറുകയും ചെയ്യും, വെറും എണ്ണം മാത്രമായി മാറുകയും ചെയ്യും. അതിനെ പരിഹരിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ഈ ഒരു ശാക്തിക ബലാബലങ്ങൾ നമ്മൾ കണക്കാക്കിക്കൊണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ സണ്ണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പറയുമ്പം സ്ഥാനാർത്ഥി നിർണ്ണയിച്ചിട്ടില്ല, എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പലരും വെക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് സണ്ണിയം കവിക്കാടിന് ഏറ്റവും ഉയർന്ന മണ്ഡലമായ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി എന്തുകൊണ്ട് അവർ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ ഷുവർ മണ്ഡലം കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ അതൊരു വലിയ ഈ ഷുവർ മണ്ഡലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പുതുപ്പള്ളി തന്നെ ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടി വിജയിച്ചത് വളരെ ചെറിയ വോട്ടിനാണ്. കഴിഞ്ഞ തവണ തന്നെ 9,000 വോട്ടാണ്. അപ്പം ഒരു ഷുവർ സീറ്റല്ല അവരുടെ പോലും. അങ്ങനെ ആകുമ്പോൾ ഒരു ഷുവർ സീറ്റിലേക്കാണെന്നുള്ള ലെവലിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവിടെ നിൽക്കുന്ന പ്രബല സമുദായങ്ങൾ ഒഴിവായിപ്പോയാലോ, വോട്ട് കൊടുത്തില്ലെങ്കിലോ. പലപ്പോഴും BSPയുടെ ഉത്തർപ്രദേശ് BSPയുടെ ഇതുപോലത്തെ ചേരികൾ സമുദായങ്ങളുടെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ട് അധികാരത്തിൽ വരാമെന്നുള്ള ഫോർമുലകൾ തെറ്റിപ്പോയത് പലപ്പോഴും അങ്ങനെയാണല്ലോ. അവരുടെ രാഷ്ട്രീയമായിട്ട് ഐക്യപ്പെട്ടാലും സമുദായങ്ങൾ വോട്ട് കൊടുക്കാതെ വരിക. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ, സാമൂഹ്യ വിപ്ലവ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അല്ലാതെ ഇപ്പോൾ ഒരാളെപ്പം ഏറ്റവും പ്രശസ്തനായ ഒരാളെപ്പോലും ഒരു സംവരണേതര മണ്ഡലത്തിൽ നിർത്തിയാൽ വിജയിക്കണം. KR നാരായണനെ പോലുള്ള ഒരാൾ ഒറ്റപ്പാലത്താണ് നിർത്തിയത്. പക്ഷേ ലെനിൻ രാജേന്ദ്രനെയും അതുപോലെ തന്നെ സംവരണ മണ്ഡലത്തിലാണ് നിർത്തിയത്. അതുകൊണ്ട് ഇപ്പോൾ സണ്ണിക്കത് കൊടുത്തില്ല എന്ന് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യനായിട്ട് ഉന്നയിക്കാറായിട്ടില്ല. പക്ഷെ അത് മസ്റ്റാണെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മുന്നണി രാഷ്ട്രീയത്തിൽ അതൊരു മാറ്റമാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന സംവരണ മണ്ഡലത്തിൽ ഒതുക്കപ്പെടുന്ന ആളുകളുടെ ഈ പാർട്ടി വിപ്പ് പാലിക്കേണ്ടതില്ലാത്ത കുറച്ച് ആളുകളെ അവർ സംവരണ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഈ തവണ തയ്യാറാകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സണ്ണി കവിക്കാടിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ തന്നെ CK ജാനുവിനെ മുന്നണിയിലേക്ക് എടുത്തതുമൊക്കെ അതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പുറത്ത് LDFിലകത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ വലിയൊരു മാറ്റമാണ് ഈ കേരള ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള. ഏറെക്കുറെ നവോത്ഥാനാനന്തര കാലഘട്ടത്തിന് ശേഷം പാർട്ടി അപ്രമാദിത്വങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പാർട്ടി അപ്രമാദിത്വത്തിന് പുറത്തു നിൽക്കുന്ന വേറെ സാമൂഹ്യ വിഭാഗങ്ങളെ വരിക എന്ന് പറയുന്ന ഒരു പ്രക്രിയ, പ്രത്യേകിച്ച് ദലിത് വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്കുള്ളൊരു മാറ്റമാണ്. ഈ മാറ്റം എന്ന് പറയുന്നത് ഇത് സണ്ണിയുടെ വ്യക്തിത്വത്തിൻ്റെയോ ഒന്നുമല്ല, പക്ഷേ സമൂഹത്തിൽ ഗൗരവമായ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളണം. രണ്ടാമത്തെ കാര്യം, ഇതൊരു സോഷ്യൽ എൻജിനീയറിങ്ങിനോടുള്ള, അതായത് പിണറായി വിജയൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ
മൂന്നാം ഘട്ടം കൊണ്ടുവരുന്നതിന് വേണ്ടി അവരൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രയോഗിച്ചിരുന്നു. ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് കാരണം ഒന്ന്, മുസ്ലിം സമുദായം ഏറെക്കുറെ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന് വിധേയമായിട്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയോട് ശക്തമായിട്ട് ഐക്യപ്പെടുന്ന രീതിയിലാണ് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ മുസ്ലിം ലീഗ് അടക്കമുള്ള മുന്നണിയോടും കോൺഗ്രസിനോട് ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവർ കണ്ടത്, മാർക്സിസ്റ്റ് പാർട്ടി അതിനെ കാണുന്നത് എന്താണ്, ഒരു ഭയങ്കര ശത്രുതയായിട്ട് കണ്ടു. സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ കേരളത്തിൽ അഖിലേന്ത്യാ രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ലിബറൽ ജനാധിപത്യവാദികളുടെ അകത്തൊക്കെ കോൺഗ്രസിനോട് ചായ്വുണ്ട്. അതുണ്ട്. മറിച്ച് കേരളത്തിലെ ദലിത് വിരുദ്ധമായ രീതിയിൽ വളരെ ശക്തമായ ദലിത് വിരുദ്ധ പ്രവർത്തനങ്ങളാണ്, പിന്നോക്ക വിരുദ്ധവുമാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയത്. ഇതിനെതിരെ ദലിതർക്ക് പ്രതികരിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ഈ അവകാശം എന്ന നിലയിൽ ദലിതരുടെ അകത്തുള്ള ശക്തമായ എതിർപ്പ് കോൺഗ്രസ് ഏറെക്കുറെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് ഉൾക്കൊള്ളുമ്പോൾ ഞാനത് മുൻകൂട്ടി തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ പരാജയപ്പെടുകയും ആ സമയത്ത് വളരെ ചെറുഘടകങ്ങൾ, ആ ചെറുഘടകങ്ങൾ ആരും കൗണ്ട് ചെയ്തല്ല, കൗണ്ട് ചെയ്യാത്ത ഘടകങ്ങളെ സാമൂഹ്യ ശക്തിയാണ് തിരുവിതാംകൂർ മേഖലയിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയിലുള്ള ഉയർന്നു വന്നിട്ടുള്ള ദലിത് അവബോധവുമായിട്ട് ബന്ധപ്പെട്ട, ആ ദലിത് അവബോധം എന്ന് പറഞ്ഞാൽ കേവലമായ ദലിത് ജനവിഭാഗങ്ങൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ പൊതുവായി ചിന്തിക്കുന്നവരിലുണ്ട്, മുസ്ലിങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, പലതരത്തിലുള്ള മാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഏറെക്കുറെ ഇന്നത്തെ യൂത്ത് കൾച്ചറിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അക്കാഡമിക് വിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു നവ അവബോധമാണ്, നവജനാധിപത്യ അവബോധമാണ്. ഈ ജനാധിപത്യത്തെ എൻഗേജ് ചെയ്യാനുള്ള ശ്രമമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കൽ ഇടതുപക്ഷവും ചെയ്യുമായിരിക്കും. പക്ഷേ ഇടതുപക്ഷത്തിനോടിപ്പം പോയി പിന്തുണ കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ സണ്ണീനെ ഇപ്പം ഇടതുപക്ഷമാണ് വിളിച്ചെന്ന് വിചാരിച്ചു, പക്ഷേ സണ്ണി ചിലപ്പം ഇടതുപക്ഷത്തിന് വേണ്ടി പോകണമെന്നില്ല, മറിച്ച് കോൺഗ്രസ്സിനാണെങ്കിൽ പോകാൻ സണ്ണിക്ക് സന്നദ്ധ കുറവില്ല. അതിന് കാരണം ഈ ഘട്ടത്തിൽ 10 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ഇടതുപക്ഷം ധാർമ്മികമായിട്ട് വളരെയധികം ക്ഷയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരാൾക്കും ഇപ്പോൾ ഇടതുപക്ഷത്തിന് തുറന്ന് പിന്തുണ കൊടുക്കാൻ കഴിയില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. കാരണം ഒന്ന്, അവർ പണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഴിമതി നടത്തുന്ന അവരല്ല, അല്ല അഴിമതി പോലും. പക്ഷേ ഇന്ന് പൊതുബോധത്തിനകത്ത് വളരെ ശക്തമായി ഇവർ അഴിമതി നടത്തുന്നുണ്ടെന്നുള്ളത് വിശ്വസിച്ച് കഴിഞ്ഞു. ഇത് ആരും പറഞ്ഞാൽ അവർ തന്നെ പറയുന്നതാണ്, അവരുടെ അകത്താണ് ഇത് രൂപപ്പെടുന്നത്, ആ ചർച്ചകൾ രൂപപ്പെടുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇന്നത്തെ പയ്യന്നൂർ സംഭവം തന്നെ അറിയല്ലേ, അഴിമതി നടത്തുന്നവരാണെന്നുള്ള രീതിയിൽ അവരെപ്പറ്റി കുറ്റപ്പെടുത്തൽ രൂപപ്പെട്ടു. രണ്ടാമത്തെ പ്രശ്നം, സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ പിണറായി വിജയൻ ചെയ്തത് എന്താണ്, പൂർണ്ണമായിട്ട് വംശീയ പ്രത്യശാസ്ത്രത്തെ സാങ്ഷൻ ചെയ്യുകയാണ് ചെയ്തത്. ഒരു കാലത്തും ഇപ്പം സവർണ മേധാവിത്വം മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്, അത് സത്യം, പണ്ട് മുതൽ എല്ലാവരും തിരിച്ചറിയുന്നു. പക്ഷെ പിണറായി വിജയൻ അതല്ല ചെയ്തത്. അതിനും അപ്പുറം കടന്നുകൊണ്ട് നിലനിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും ജനങ്ങളുടെ പ്രതികരണത്തെയും ലിബറൽ ജനാധിപത്യത്തിൻ്റെ ധാരണകളും പോലും ലംഘിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന മുസ്ലിം വിരുദ്ധത ശക്തികളോട് ഐക്യപ്പെടാൻ നോക്കുന്നു. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുക, അതിനകത്ത് ശരിയാണ് മതപരമായ ഭിന്നതകളുണ്ട്, സാമുദായിക ഭിന്നതകളുണ്ട്, അതിനിടയ്ക്ക് ഭിന്നിപ്പിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഏകപക്ഷീയമായിട്ട് പിശാചവൽക്കരിക്കുക, ഇങ്ങനെയുള്ള വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗത്തോടെ എങ്ങനെ ധാർമ്മികമായിട്ട് ഐക്യപ്പെടും? രണ്ടാമത്തെ പ്രശ്നം, ദലിത് നെഗ്ലിജൻസ്, അവരെ അവഗണിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. 10 മന്ത്രിമാരിൽ ഒരു ദലിത് ഇല്ല, കുട്ടികൾക്ക് ഗ്രാൻറ്റ് കൊടുത്തിട്ടില്ല. പ്രചരണത്തിലല്ലാതെ ദലിതരുടെ ഒരു അവകാശത്തെയോ അവകാശബോധത്തോടു കൂടി ഒരു ജനതയായി കാണുകയും ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ഒരു ധാർമ്മികമായി തകർന്നു നിലനിൽക്കുന്നൊരു ഇതിനെ സണ്ണിയെപ്പോലെയോ ഒരു ആൾക്കും ഇപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഈ ജനാധിപത്യത്തിലെ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം കുറേ കൂടെ വികസിതമായ രൂപത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെന്ന് നമുക്ക് ഏകദേശം പറയാൻ കഴിയും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ജനാധിപത്യം, അതായത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് തർക്കങ്ങളും ഉള്ള സ്ഥലവും ഇടയാനുള്ള അവസരം ഉള്ളതും നമുക്ക് എപ്പോഴും പ്രതീക്ഷകൾ തരുന്നതുമാണ് മറ്റുള്ള ഏത് വ്യവസ്ഥയെക്കാളും. മറ്റുള്ള അനേകം വ്യവസ്ഥകൾ ലോകത്തുണ്ട്. രാജാധിപത്യം മുതലുള്ള അധികാര വ്യവസ്ഥകളും മതാധിപത്യമുണ്ട്, കമ്മ്യൂണിസം, സർവാധിപത്യങ്ങളും ഉണ്ടെങ്കിൽ പോലും
ജനാധിപത്യം എപ്പോഴും ചലിക്കുന്നതാണ്. ആ ചലനത്തിൻ്റെ ഒരു മുന്നോട്ട് പോകേണ്ട ഒരു ദർശനം. പക്ഷേ ഈ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിയമവൽക്കരിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. പട്ടികാതി പട്ടിക അതാണല്ലോ ഇപ്പം അംബേദ്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിയമവൽക്കരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് മനസ്സിലായിട്ടില്ല. അതെ. നിയമം ഇപ്പോഴും മോശമാണെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് തീർച്ചയായിട്ടും പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ദീർഘകാലമായി നടക്കുന്ന സമരങ്ങൾ, പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിനെ നിയമവൽക്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയമായിരിക്കും കൂടുതൽ ശക്തിപ്പെടുക. ആ പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രാതിനിധ്യത്തിൻ്റെ ശബ്ദം കൂടുതൽ ശക്തമായി ജനാധിപത്യത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്.